പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കൃപാവരങ്ങൾ ചൊരിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വീടിനെ സമർപ്പിക്കുന്നു, വീടിരിക്കുന്ന മണ്ണിനെ സമർപ്പിക്കുന്നു. ജോലി മേഖല, ബിസിനസ് മേഖല, സാമ്പത്തിക മേഖല, കുടുംബജീവിതം, മക്കളുടെ പഠനം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ പ്രാർത്ഥന ദൈവം തന്ന ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ പറയുന്ന ദിവ്യമായ രഹസ്യങ്ങൾ വലിയ തിരിച്ചറിവോടെ സ്വീകരിച്ച് അതിനുവേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിതത്തെ ഈ രക്ഷാകര രഹസ്യങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിക്കും നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല എന്ന സത്യം അറിയണം. അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ അനേക മക്കൾക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അനേക മക്കളോട് നിങ്ങൾ പറയണം, ഇതൊരു സുവിശേഷ വേലയാണ്. ക്രൂശിതനെ പ്രഘോഷിക്കുന്ന കർത്താവിന്റെ സത്യ സുവിശേഷം വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുരിശിലൂടെ, തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന യഥാർത്ഥമായ രക്ഷ നാം സ്വന്തമാക്കിക്കൊണ്ട് അതനേകർക്ക് പകർന്നു കൊടുക്കണം. മക്കളോട് പറയണം, കുടുംബത്തിൽ പറയണം, കൂട്ടുകാരോട് പറയണം, എല്ലാവർക്കും പങ്കുവച്ചു. നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിലെ ഗ്രൂപ്പുകളിൽ, സാധിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഈ ശുശ്രൂഷ ഫോർവേഡ് ചെയ്യണം. അനേക മക്കളോട് പറയും, വേറെ വഴിയില്ല മക്കളെ, വേറെ ഒരു, നിങ്ങൾ നൊവേനയ്ക്ക് പോണ്ട്, ഒരു താൽക്കാലിക മുട്ടുശാന്തി, നിലനിൽക്കുന്ന രക്ഷ വേണോ, അനുഗ്രഹം വേണോ, വിശുദ്ധ കുർബാന, കൂദാശ ജീവിതം, അതിന് പ്രാധാന്യം കൊടുക്കണം. പ്രിയപ്പെട്ട ദൈവ മക്കളെ, അതുകൊണ്ട് ഇന്ന് അനേകരുടെ ഒരു വേദനയാണ്. പ്രാർത്ഥിച്ചും മടുത്തു വെച്ച രക്ഷപ്പെടലില്ല. എന്തേ പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടാത്ത? അതിന് ഒരു കാര്യമുള്ളൂ, യഥാർത്ഥമായ രക്ഷയാകുന്ന യേശുവിനെ, വിശുദ്ധ കുർബാനയെ, അതിനുവേണ്ടിയുള്ള കൂദാശകളെ ഒരുക്കത്തോടെ, യോഗ്യതയോടെ, ചൈതന്യത്തോടെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കാതെ പോയത് കൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും അനേക മക്കള് രക്ഷപ്പെടാത്തത്. നാളെ മുതൽ നമ്മൾ കർത്താവ് കുരിശിൽ ചെയ്ത രക്ഷാകര രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കാൻ പോവാം. അതുകൊണ്ട് ഞാൻ പറയണം മക്കളെ, ഈ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളുടെ ആവശ്യകത, അതിനാവശ്യം എന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യപ്രകൃതി, ജഡമായി പോയ മനുഷ്യപ്രകൃതി, ജന്മപാപത്തോടെ ജനിച്ച നമ്മുടെ ഉത്ഭവ പാപം, അതിലൂടെ ജഡമായി പോയ അവസ്ഥ, ദുർബലമാക്കപ്പെട്ട അവസ്ഥ, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ വീണ്ടും ദൈവകൃപയിലാക്കി ദൈവിക ചൈതന്യത്തെ നിറച്ച് അനുഗ്രഹിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കർത്താവിന്റെ കരം കുറുകി പോയിട്ടൊന്നുമില്ല. അവിടുത്തെ കാതുകൾക്ക് കേൾക്കാൻ പറ്റാത്ത വിധം ഒരു മാന്ദ്യവും സംഭവിച്ചിട്ടില്ല. കർത്താവിന് മാറ്റമൊന്നുമില്ല. കർത്താവിന്റെ കരുണയ്ക്കോ കർത്താവിന്റെ വാഗ്ദാനത്തിനോ കർത്താവിന് തന്നെയോ ഒരു മാറ്റമില്ല. പിന്നെ ആർക്കാ മാറ്റം? കർത്താവിനെ സ്വീകരിക്കാൻ കഴിയാതെ പോയ നമ്മുടെ അവസ്ഥയ്ക്കാണ് മാറ്റം വരുത്തേണ്ടത്. അവിടെ മാത്രം മാറ്റം വന്നില്ല. നാളുകളൊക്കെ വേദനയോടെ പറയട്ടെ, അനുഗ്രഹങ്ങൾ കിട്ടുന്ന കൂട്ടായ്മകള്, നിയോഗങ്ങൾ പൂർത്തീകരിക്കുന്ന കൂട്ടായ്മകള്, എല്ലാ ദിവസവും കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതിനുവേണ്ടി ഓടി നടക്കുമ്പോൾ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ ബലി, ഈ കൂദാശ ഈശോയെ തന്നെ നമുക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കാതെ എങ്ങനെ രക്ഷപ്പെടും?
നിങ്ങൾ രക്ഷപ്പെടാനില്ല, പ്രാർത്ഥന കിടക്കലില്ലാന്ന് പറയുമ്പോൾ പരിശോധിക്കണം. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള് കർത്താവിനെ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കിയോ? അത് നോക്കുക. കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും. അത് വേറൊരു തലമാണ്. ആ രക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ആർക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല, ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു പിശാചിനോ ഒരു ആഭിചാര്യത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു കൂടോത്രത്തിനോ കർത്താവിനെ കൂടെ നിർത്തിയാൽ നമ്മെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. സംഖ്യ 23:23 യാക്കോബിന് ആഭിചാര്യം ഏൽക്കത്തില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭരിക്കത്തില്ല. കാരണം യാക്കോബ് അങ്ങനെ ജീവിച്ച വചനമനുസരിച്ച്, കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ വേറിട്ട് പാർക്കുന്നു, ഇടകല്ലാതെ ജീവിക്കുന്നു, തിന്മയില്ലാതെ ജീവിക്കുന്നു, അകൃത്യമില്ലാതെ ജീവിക്കുന്നു. ബലാം പറയുന്നുണ്ട് അവിടെ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഏൽക്കത്തില്ല. നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ കൂടെ നിർത്തി ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട്. എന്നിട്ട് എവിടെയും പൊക്കോ, പഠിക്കാനോ വിദേശത്തോ ജോലിക്കോ, ഇത് നരകത്തിലോ പൊക്കോ, കർത്താവ് കൂടെയുണ്ട്. ഒരു ശത്രുവിനും തൊടാൻ പറ്റില്ല. ഒരു ആഭിചാരി, മന്ത്രവാദം, ഒത്തിരി പൈശാചിക ശക്തികള്, ഹലാല് ഭക്ഷണം, ലവ് ജിഹാദ് എതിർക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, ആഭിചാര്യം, ചാത്തന സേവ, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, വശീകരണ യന്ത്രങ്ങള്, ഇതൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് അത് ചെന്ന് പെടും. ആരാണ്ട് പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും പറയും, നമ്മുടെയൊക്കെ പവർ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയമ തീരാവുന്ന പവറുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീടിന്റെ ഉള്ളിൽ ചില സാധനങ്ങൾ കണ്ടു, മുട്ട കണ്ടു, തകിട് കണ്ടു, അത് പലതും കാണും. പക്ഷെ കർത്താവുള്ള വീട്ടില്, കർത്താവുള്ള ജീവിതത്തില്, കർത്താവുള്ള ബിസിനസ് സ്ഥാപനത്തില്, കർത്താവുള്ള കടകളില് ഒരു തിന്മയ്ക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു. നമ്മുടെ ഈ ടോക്ക് കേട്ടിട്ട് അനേകം പേര് അച്ഛനെ വിളിയോട് വിളിയാ. ഞാൻ സംസാരിക്കും കുറെയൊക്കെ. എന്നാലും പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നവര് വളരെ ചുരുക്കമുള്ളൂ. ഇത് മനസ്സിലാക്കി കർത്താവിനെ കൂടെ നിർത്താനുള്ള വഴി, അതാണ് സ്നാപയോനാൻ പറഞ്ഞ കർത്താവിന് വേണ്ടി വഴിയൊരുക്ക്. അച്ഛന്റെ ദൗത്യം അതാ, സ്നാപകന്റെ ദൗത്യ എന്താണ്? വഴിയൊരുക്ക്, വളഞ്ഞവ നേരെയാക്ക്, പരിവരുത്തുവ മൃദുവാക്ക്, കുന്നുകൾ നിരത്ത്, താഴ്വരകൾ ഉയർത്ത്, കർത്താവിന് വേണ്ടി. അതാണ് സുവിശേഷം. മനസാന്തരപ്പെടും, വഴിയൊരുക്ക്, കർത്താവിനെ സ്വീകരിക്കുക. അവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട്. അതിന്റെ ഉത്തരമാണ് മക്കളെ വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യം കുത്തി തുറന്നിട്ടിരിക്കുന്നു. നമ്മൾ സ്റ്റെപ്പങ്ങൾ എടുത്തു വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതിലേക്ക് പിശാച് അടുപ്പിക്കില്ല മക്കളെ. ഇതുവരെ നമ്മെ കൊണ്ട് നടന്ന, ഇതുവരെ പാപത്തിൽ വീഴ്ത്തി അവനെ സ്വന്തമാക്കി അവൻ ഭരിച്ച് അവന്റെ പ്രവർത്തികൾ ചെയ്ത ഈ ശരീരത്തെ, ഈ ജീവിതത്തെ ഇതുപോലെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പിശാച് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് മക്കളെ യുദ്ധം പോലെ കട്ടപ്പെടണം, തീരുമാനിക്കണം. അത് നമ്മൾ ചെയ്യണം. ഇതൊരു നമ്മളുടെ സമരസഭയിലല്ലേ. സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം, പോരാടണം, കട്ടപ്പെടണം. അല്ലാണ്ടൊന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. എന്തിനാ കഷ്ടപ്പെടേണ്ടത്? കർത്താവിന് വേണ്ടി. ഈശോയെ കിട്ടണം, വിശുദ്ധ കുർബാന വേണം. നോക്കിയേ, ഞാൻ ഇന്ന് ഓർക്കണ കാര്യം, ഇത്ര നല്ല വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഇവിടെയുണ്ട്. നിത്യാരാധന ചാപ്പൽ ഇവിടെയുണ്ട്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ക്രിസ്ത്യാനികളാണ്. ഇവിടെയുള്ള ദേശത്തുള്ളവർ, ഈ ദേശത്തുള്ള ഒരു 3-4 പേര് ഒരുമാതിരി വരുന്നവർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ചില സഹനങ്ങളും വേദനകളും രോഗങ്ങളും വന്നപ്പോ കർത്താവിനെ അറിഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വന്ന് ആരാധിക്കുന്ന മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് പേര്. എന്നാ പറയും, കുറെ മക്കൾ ദൂരത്തുനിന്ന് വരുന്നുണ്ട്. ഞാൻ പറയാണ്, ഒരു 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ പള്ളി വരാം. ഇനി പള്ളി വന്നാലോ അവിടെ ഇരിപ്പാണ്. വിശുദ്ധ കുർബാന എന്തെന്ന് അറിയത്തില്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ആശീർവാദം, സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവാദം. ഈ സമയത്തൊക്കെ നമ്മുടെ ടീമുകൾ ഇങ്ങനെ നിൽക്കും. സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? ഇന്ന് കുമ്പിട്ട് എളിമയോടെ ആശീർവാദം, സമാധാനം ഒക്കെ സ്വീകരിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവില്ലാണ്ട് പള്ളി വന്ന് കൈയ്യട്ടി നിൽക്കും, ഇരിക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും.
കുർബാന സ്വന്തമാക്കി വിശുദ്ധ കുർബാനയിലും ഈശോയെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് രക്ഷയിലേക്ക് നയിക്കുന്ന ജീവിതം. അതിന് കഷ്ടപ്പെടണം, അധ്വാനിക്കണം, പിന്നെ ദൈവഭയം വേണം, ബഹുമാനം വേണം. ഇന്ന് പള്ളി വന്ന ദൈവഭയമില്ല, ഒരു ബഹുമാനമില്ല. കൈകെട്ടി നിൽക്കും, തോന്നുമേരിക്കും, തോന്നുമേഴുന്നേക്കും, ഒന്ന് ശിരസ് നമിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ദൈവഭയം ഇല്ലാണ്ട് എന്തോ ചടങ്ങിന് വേണ്ടി വരുന്നു, ചെയ്യുന്നു, കുർബാന സ്വീകരിക്കുന്നത്. ഇന്ന് കുർബാന സ്വീകരിച്ച മനുഷ്യർക്ക് എന്ത് മാറ്റമുണ്ട്? ഈശോ വന്ന എന്ത് വ്യത്യാസമുണ്ട്? മോശ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതയിൽ വ്യത്യസ്തരായിരിക്കും. കുർബാന സ്വീകരിച്ചിട്ട് നമുക്കെന്ത് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്? ചിന്തിക്കണം. ഇല്ലാത്ത വ്യത്യാസം ഉണ്ടാക്കാത്ത ജീവിതങ്ങളൊക്കെ ചുമ്മാ ഒരു തഴക്കം പോയ. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ വെച്ചുമാൻ എനിക്കറിയാം. വീട്ടൊച്ചപ്പാടും ബഹളവും തെറിയും വഴക്കും പോരായ്മയും കുറ്റുഭവിശ്യം എന്നൊക്കെ പറയില്ലേ. ഒരു കാര്യമില്ല. മാറ്റം വരുത്തണം, വ്യത്യസ്തരാധനം. അതിന് സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി, ആരാധനയുടെ കൂദാശയുടെ ചൈതന്യം, അത് കുറെ കൂടി ആഴത്തിലേക്ക് പോകണം മക്കളെ. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചേ പറ്റൂ. അതും വെറുതെ അല്ല, ചൈതന്യത്തോടെ, ഒരുക്കത്തോടെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി കർത്താവിന് വേണ്ടി, കർത്താവിന് വിട്ടുകൊടുത്ത് കർത്താവിനെ സ്വീകരിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിൽ നാളെ മുതൽ ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് കുരിശിൽ ചെയ്ത പ്രവൃത്തികൾ എന്തിനു വേണ്ടി, നാം എന്തുകൊണ്ട് സ്വീകരിക്കണം, അതൊക്കെ ശരിക്കും മനസ്സിലാക്കി സ്വന്തമാക്കി ഈ തിരുഹൃദയ സ്നേഹം, വിശുദ്ധ കുർബാന സ്നേഹം സ്വന്തമാക്കി ഈ ജൂൺ മാസത്തില് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നമുക്കിടയാകട്ടെ. വിശുദ്ധം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ പറയാം മക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ അനേകം മക്കൾക്ക് പങ്കുവച്ചു. ഭയങ്കര കാര്യങ്ങൾ ഈശോ പറയണേ. എനിക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ട് പറയണേ. 1000 വട്ടം അച്ഛൻ ഉറപ്പാ ഇത് രക്ഷാകരമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത്, കണ്ട് ഈ എന്താ പറയുക, കുക്കറി ചാനലും കോമഡി ചാനലും സിനിമാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെറുതെ പാഴാക്കി ജന്മം കളയാതെ കാതലായ രക്ഷാകരമായ സത്യങ്ങൾ പങ്കുവെച്ച് അത് സബ്സ്ക്രൈബ് ചെയ്ത് അത് സ്വീകരിച്ച് യഥാർത്ഥമായ രക്ഷ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക, നമുക്ക് സ്വന്തമാക്കാം. ഈശോ അനുഗ്രഹിക്കും കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, എത്രയോ ഭാഗ്യപ്പെട്ട മക്കളാണ് ഞങ്ങൾ. അങ്ങയെ സ്വീകരിക്കുവാനും അങ്ങയെ കൂടെ നിർത്തുവാനും അങ്ങയാൽ നയിക്കപ്പെടുവാനും അങ്ങയാൽ നിയന്ത്രിക്കപ്പെടുവാനും അങ്ങ് ഞങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകി. ഇതിൽ പരം ഭാഗ്യം ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ള യേശുവേ? അതിനുവേണ്ടി അങ്ങ് വിശുദ്ധ കുർബാനയായിട്ട് മാറി ഞങ്ങൾ രക്ഷപ്പെടാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകള് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു പിശാചിനോ, ഒരു തകർച്ചയ്ക്കോ, ഒരു നാശത്തിനോ, ഒരു ദുരന്തത്തിനോ ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ സർവാധിപനും സർവശക്തനുമായ അങ്ങയെ കൂടെ നിർത്തി ജീവിക്കാനുള്ള ഭാഗ്യം യേശുവേ, ഇത്ര വലിയ ഭാഗ്യം കിട്ടിയിട്ടും ആ ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കാതെ പോയല്ലോ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും. എന്നിട്ടും രക്ഷപ്പെടണില്ല, പ്രാർത്ഥന കേൾക്കണില്ല, നാശം മാറുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന അനേക മക്കളെ കാണുമ്പോ കർത്താവേ സങ്കടമുണ്ട്. യഥാർത്ഥ രക്ഷയായ, അനുഗ്രഹമായ, എല്ലാത്തിനും കാരണമായ, ഫലം പുറപ്പെടുവിക്കാനും വിജയം കൈവരിക്കാനും സംരക്ഷണത്തിൽ ജീവിക്കാനും ഒക്കെ കാരണമായ അങ്ങയെ കൈവിട്ടിട്ട് രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ബോഷന്മാരായിട്ട് മാറി ഞങ്ങളൊക്കെ. വിലപിക്കുന്ന അനേക മക്കള്, നിലവിളിക്കുന്ന മാതാപിതാക്കള്, നശിച്ചു പോയ മക്കള്, പല മക്കളും ആത്മഹത്യയെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക, മരിക്കാൻ ചിന്തിക്കുന്ന മക്കള്, ഒത്തിരി മക്കൾ ഈ ദിവസങ്ങളിൽ മക്കളെ ഒത്തിരി മക്കൾ ഈ ദിവസം ചാവാൻ പോവാ. അവനിനി ജീവിക്കണ്ട, മടുത്തു എന്നാ പറയാ. എന്തിനു മടുക്കണം? എന്തിനു മരിക്കണം? എന്തിനു ചാവണം? ഈശോ കൂടെ ഉള്ളപ്പോ ഈശോയെ ഈ അവസ്ഥയിൽ പോലും അങ്ങയിലേക്ക് തിരിയാൻ പറ്റാത്ത വിധം അനേക മക്കളെ പിശാചി ബന്ധിച്ചിട്ടിരിക്കുന്നു. അവർക്ക് തിരിച്ചു വരാൻ പോലും പറ്റണില്ല, അങ്ങയിലേക്ക് തിരിയാൻ പറ്റണില്ല.
കർത്താവേ, മാനസാന്തരത്തിന്റെ അഭിഷേകം നൽകണമേ. തിരിച്ചു വരാനുള്ള സഹായം നൽകണമേ. കൃപ നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവികാരന്റെ സന്നദ്ധിയിൽ നമ്മുടെ മക്കളെ സമർപ്പിക്കും. കർത്താവിനെ സ്വന്തമാക്കി രക്ഷപ്പെടാൻ ഒത്തിരി അവസരം ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കളുണ്ട്, കെട്ടിപ്പോട്ടിരിക്കുന്ന മക്കളുണ്ട്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ, വിമോചിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, അങ്ങയിലേക്ക് തിരിക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ മക്കളുടെയും ഏകരക്ഷയാണ് ഈ ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധ കുർബാന. നാളെ മുതൽ നമ്മൾ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് കുരിശിൽ കർത്താവ് പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികൾ കാര്യകാരണ സഹിതം നമ്മൾ കണ്ട് അനുഭവിച്ച് സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അനേകരിലേക്ക് നാം എത്തിക്കണം, അനേകരിലേക്ക് എത്തിക്കണം. ലോകത്തിലെ രക്ഷ ഈ ഒരു രക്ഷാമാർഗം മാത്രമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഒരു നിമിഷം അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകളെ ദൈവഹിത പ്രകാരം നയിക്കാനുള്ള അഭിഷേകം അച്ഛനെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ രക്ഷാമാർഗത്തിലേക്ക് അനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രക്ഷ ഈശോയാണ്. ഈശോയിൽ നമുക്കെല്ലാത്തിനും വഴിയുണ്ട്, രക്ഷയുണ്ട്, അനുഗ്രഹമുണ്ട്. സാധിക്കുന്ന മക്കളൊക്കെ മുട്ടുകൾ മടക്കി കരങ്ങൾ യാചനാപൂർവ്വം കർത്താവിലേക്ക് ഉയർത്തി കർത്താവിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് അങ്ങേ സ്വന്തമാക്കാനുള്ള വലിയൊരു ദാഹം നൽകി ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും യഥാർത്ഥമായ രക്ഷയിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ചോ മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതങ്ങളിലും അങ്ങ് വന്ന് വാസം ഉറപ്പിക്കണമേ ഈശോയെ.